Hi friends, Indian നേവിയുടെ SSR and MR വേക്കൻസീസ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. 29 മാർച്ച് 2025 തൊട്ട് 10th ഏപ്രിൽ 2025 വരെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കുന്നത്. ഒരു എക്സലൻ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. I am Colonel Dr. Ravindra Babu, MD of the Colonel's Academy, Sultan's Bathery, വയനാട്. ഇന്ത്യൻ നേവി ഇപ്പം 3 ബാച്ചുകളിലേക്കാണ് ഈ റിക്രൂട്ട്മെൻറ്റ് തുടങ്ങിയിരിക്കുന്നത്. ബാച്ച് 2/2005, ബാച്ച് 1/2006, ബാച്ച് 2/2006. അതുകൊണ്ട് ഒരുപാട് വേക്കൻസീസ് ഇപ്പോൾ നിലവിലുണ്ട്. ഇത് SSR ആൻഡ് MR കാറ്റഗറിയിലേക്കാണ് നമ്മൾക്ക് ഈ റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത്. MR എന്ന് പറഞ്ഞാൽ മെട്രിക് എൻട്രി, 10ാം ക്ലാസ് പാസ്സായിരിക്കണം, 50% മാർക്ക് വേണം അഗ്രിഗേറ്റ് ആയിട്ട്. അതുപോലെ തന്നെ SSR എന്ന് പറയുന്ന സമയത്ത് സീനിയർ സെക്കൻഡറി റിക്രൂട്ട്സ് അതിന് +2 യോഗ്യത വേണം. +2-ൽ സയൻസ് സബ്ജക്റ്റ് വേണം, അതായത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് നിർബന്ധമാണ്. അതുപോലെ തന്നെ 50% മാർക്ക് നിർബന്ധമാണ്, അഗ്രിഗേറ്റ് ആയിരിക്കണം. കൂടാതെ നമ്മൾക്ക് ഏതെങ്കിലും ഡിപ്ലോമ ഉള്ള ആളുകളാണെങ്കിൽ അതും ഈ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിപ്ലോമ മീൻസ് നമുക്ക് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, IT, ഇൻസ്ട്രുമെൻറ്റേഷൻ എന്നീ വിഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരു ഡിപ്ലോമ ഉള്ള 3 ഇയർ ഡിപ്ലോമ ഉള്ള കുട്ടികൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. 10th കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡിപ്ലോമ പോയിട്ടുണ്ടെങ്കിലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. കൂടാതെ നമ്മൾക്ക് വൊക്കേഷണൽ ട്രെയിനിങ് 2 ഇയേഴ്സ് വൊക്കേഷണൽ ട്രെയിനിങ് ഉണ്ടെങ്കിലും ഈ കുട്ടികൾക്ക് 50% മാർക്കുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇത് ഈ പ്രാവശ്യം എക്സാമിനേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികളും എക്സാം എഴുതിയുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാവുന്നതാണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റാണ്. If you have applied or written this examination for the 2025, you will be able to write this exam. ഇനി ഇതിലേക്കുള്ള പ്രായപരിധി നോക്കാം. 1st September 2004 to 31st December 2008 ഉള്ളിൽ ജനിച്ചവരായിരിക്കണം, ബോത്ത് ഡേയ്സ് ഇൻക്ലൂസീവ്. ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിന് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉള്ള ഹൈറ്റ് ഒന്ന് തന്നെയാണ്. 157 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. കൂടാതെ നമുക്ക് ഈ 2 സ്റ്റേജസിലായിട്ടാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നടക്കുക. ഒന്നാമത്തെ സ്റ്റേജിൽ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും. രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾക്ക് ഒരു ഫിസിക്കൽ ടെസ്റ്റും മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടായിരിക്കും. അതിൻ്റെ ഡേറ്റ്സ് ഇപ്പോൾ വന്നിട്ടില്ല. ഡേറ്റ്സ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈലിൽ ഡേറ്റ്സ് അറിയിക്കുന്നതാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ സൈറ്റായ www.joinindiannavy.gov.in എന്ന വെബ്സൈറ്റിലാണ്. ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, നമ്മൾ ഒരു ഫോട്ടോ, റീസെൻറ്റ് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഈ ഫോട്ടോ 25 മാർച്ചിന് മുമ്പേ എടുത്തിരിക്കുന്ന ഫോട്ടോ ആയിരിക്കരുത്. 25 മാർച്ചിന് ശേഷം എടുത്തിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം. ഡേറ്റ് ഉള്ള ഫോട്ടോ ആയിരിക്കണം. ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ KB വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10 KB മുതൽ 50 KB വരെ ഉള്ള ഒരു ഫോട്ടോ ആയിരിക്കണം. അത് വളരെ ക്ലിയർ ആയിരിക്കണം. ഡേറ്റ് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പ്രസൻറ്റ് ഫോമിൽ തന്നെ ആയിരിക്കണം ആ ഫോട്ടോ ഉണ്ടായിരിക്കേണ്ടത്. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൂടാതെ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ട്രെയിനിങ് നടക്കുന്നത് INS ചിൽക്ക, ഒറീസയിലാണ് ഇതിൻ്റെ ട്രെയിനിങ് ഉണ്ടാവുക. ട്രെയിനിങ് സമയത്ത് തന്നെ 30,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു ജോലിയാണ് അഗ്നിവീർ. ഫസ്റ്റ് ഇയറിൽ 30,000 rupees, സെക്കൻഡ് ഇയറിൽ 33,000 rupees, 4th ഇയറിൽ 40,000 rupees സാലറി ലഭിക്കും. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ്. ട്രാവൽ അലവൻസ് ഫ്രീ ആണ്.
ഒരു കൊല്ലത്തിൽ 30 ദിവസം ആനുവൽ ലീവ് ഉണ്ട്. അതുകൂടാതെ മെഡിക്കൽ ലീവ് ആസ് ഓത്തറൈസ്ഡ് ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് റിസ്ക് അലവൻസ് ഇതിന് കൂടെയുണ്ട്. ട്രാവലിംഗ് അലവൻസ് ഉള്ള ഒരു ജോലിയാണ്. കേൾസ് അക്കാഡമി സുൽത്താൻ ബത്തേരി നിങ്ങൾക്ക് ഇതിനായിട്ടുള്ള കോഴ്സുകൾ ഒരുക്കി വച്ചിരിക്കുന്നു. വളരെ മിതമായ റേറ്റിൽ നമ്മൾ ഈ കോഴ്സസ് ചെയ്യുന്നുണ്ട്. Any doubts, you can ask me on my YouTube channel. I'll be able to reply. Thank you very much. Jai Hind. Colonel's Academy, Sultan Bathery, Vietnam.